നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സെമി ഫൈനലായി കണക്കാക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ സമയം മുതൽ ഇങ്ങോട്ട് മൂന്ന് മുന്നണികളും, അതായത് LDFും UDFും BJPയും ഒരേപോലെ കഠിന പരിശ്രമത്തിലാണ് വിജയിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി. ഇപ്പോൾ എന്തായിരിക്കാം ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDFനും LDFനും എങ്ങനെയായിരിക്കും നേട്ടം കൊയ്യാൻ സാധിക്കുക? ഈ തെരഞ്ഞെടുപ്പ് ആർക്കായിരിക്കും അനുകൂലമായിരിക്കുക? നമുക്ക് ഈ മൊത്തത്തിൽ ഈ കണക്കുകൾ, ഇത് മൊത്തം കണക്കുകളിലെ കളികളും കൂടെയാണല്ലോ. കണക്കുകൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ 2020 നമ്മൾ ഇതിനു മുൻപുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മുടെ മുമ്പിലുണ്ട്. 2015 സംബന്ധിച്ച് ഇടതുപക്ഷം LDF അവരുടെ വോട്ടർ ടേൺ ഔട്ട് അല്ലെങ്കിൽ നില മെച്ചപ്പെടുത്തിയ അല്ലെങ്കിൽ ഒരു സ്വീപ്പ് ഓഫ് വിക്ടറി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു തൂത്തുവാരിയ വിജയം നേടിയ ഒരു തെരഞ്ഞെടുപ്പാണ് 2020 കടന്നുപോയത്. അപ്പൊ അതിന്റെ കണക്കുകൾ കൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ 2025 വരേണ്ടതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും 2020 ഇടതുപക്ഷം ഭരിക്കുന്ന സമയമായിരുന്നു, പിണറായി സർക്കാർ തന്നെ ഭരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് LDF 40.2% വോട്ടുകൾ, ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ 40.2% വോട്ടുകൾ കരസ്ഥമാക്കിക്കൊണ്ട് വലിയ മുന്നേറ്റം നേടിയത്. UDFന് 37.9% വോട്ടുകളായിരുന്നു. NDAക്ക് 15% വോട്ടുകളും നേടാനായി. BJPക്കാണ് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിനാണ് ഏറ്റവും കൂടുതൽ ഒരു സ്വിങ്, ഇടതുപക്ഷത്തിന്റെ വോട്ട് ഷെയറിലാണ് 2020 ഉണ്ടായിരുന്നത്. 2.8% വോട്ടുകൾ 2015 തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ നേടാൻ LDFന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതേസമയം UDFനെ സംബന്ധിച്ച് UDFന് 0.7% വോട്ടുകളാണ് കൂടുതൽ നേടാനാകുന്നത്. വോട്ടർമാരുടെ അല്ലെങ്കിൽ ആകെ വോട്ടുകളുടെ എണ്ണം കൂടി സ്വാഭാവികമായും ഇതിൽ ബാധിക്കുമല്ലോ. BJP 1.7% വോട്ടുകളും കൂടുതൽ കരസ്ഥമാക്കിക്കൊണ്ട് 2015 കൂടുതൽ കരസ്ഥമാക്കിക്കൊണ്ട് ആ നിലയ്ക്കാണ്, ആ സ്വിംഗിൽ പോലും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്, ഏറ്റവും കൂടുതൽ ശതമാനം വോട്ട് വർദ്ധിപ്പിച്ചത് 2020 LDF ആണ് എന്ന് നമ്മൾ കാണുന്നു. അതേസമയം തന്നെ 2020 നവംബറിലായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ കോവിഡ് പാൻഡമിക്കിന്റെ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഹൈക്കോടതിയുടെ ഇടപെടലൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഒരു മാസം കൂടി അത് നീട്ടുന്നത്. നവംബറിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പ് ഡിസംബറിലേക്ക് മാറ്റുന്നു. ഡിസംബറിൽ തന്നെ ഇപ്പോ ഡിസംബർ 9, 11 തീയതികളിലാണ് നമ്മുടെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ അന്ന് എനിക്ക് തോന്നുന്നു 8, 10 ആയിരുന്നു എന്നാണ്. 8-ാം തീയതിയും 10-ാം തീയതിയുമായിരുന്നു ആ നിലയ്ക്ക് പോളിംഗ് നടന്നത്. അപ്പൊ ഏതായാലും 2025 എത്തുമ്പോൾ കഴിഞ്ഞ 9.5 വർഷത്തെ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ ഘടകമായി തന്നെ ഇവിടെ പ്രതിഫലിക്കുമെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കാൻ UDF ശ്രമിച്ച ഒരു വിഷയമാണ് ശബരിമല വിഷയം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPMന്റെ മുൻ MLA തന്നെ, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാർ തന്നെ ജയിലിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യം. അതിനും മുകളിലേക്ക് ഉന്നതന്മാർ, CPMലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം വലിയ പ്രചാരണമാക്കാൻ, ഈ തെരഞ്ഞെടുപ്പിലെ വലിയ പ്രചാരണമാക്കാൻ തന്നെ UDF ശ്രമിച്ചു. അത് UDFന് അത് കഴിയുകയും ചെയ്തു. അപ്പോ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി പ്രതിഫലിക്കുന്നു. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങൾ, പ്രാദേശിക വികാരം കൃത്യമായിട്ടും പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. അപ്പൊ ആ നിലയ്ക്കും UDFന് അതിശക്തമായി ഈ തെരഞ്ഞെടുപ്പ് മുഖത്ത് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കരുതേണ്ടി വരിക. നമുക്കിപ്പോ ഇത് ഈ കണക്കുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലോ നിലവിലുള്ള തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉന്നയിക്കപ്പെട്ട പ്രചാരണ വിഷയങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണല്ലോ നമുക്കൊരു വിലയിരുത്തലിലേക്ക് ഈ ഘട്ടത്തിൽ പോകാൻ കഴിയുന്നത്. രണ്ടാമത്തെ വിഷയമായി വന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരുമ്പോൾ അതിൽ കൃത്യമായിട്ടും ചില മാതൃകാപരമായ നടപടികൾ, നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് അതിനെ UDF പ്രതിരോധിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കിക്കൊണ്ട്, കോൺഗ്രസ്സുകാരൻ പോലും അല്ലാത്ത ഒരാളാക്കി രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റുക എന്നതിലൂടെ കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന നിലയിൽ അവർ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. പിന്നെ നേരത്തെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ PMC അടക്കമുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെ പ്രചാരണ രംഗത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അവസാന നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഏതെങ്കിലും തരത്തിൽ ചർച്ചയാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈ നേടാം എന്നുള്ള LDFന്റെ ആ ശ്രമം വിജയിച്ചില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. അങ്ങനെ കരുതാനേ ഇപ്പൊ നിവൃത്തിയുള്ളൂ. അത് അപ്പൊ പാലക്കാട് മുനിസിപ്പാലിറ്റി, അതുപോലെ പാലക്കാട് ജില്ലയിലെ തന്നെ മറ്റു പഞ്ചായത്തുകളിലൊക്കെ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വരുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം
ഏത് തരത്തിലാണ് പാലക്കാട് ജില്ലയിലെങ്കിലും പ്രതിഫലിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ നമ്മൾ അതെ 2020 ആ ഒരു ആ, എന്തായാലും അത്ര വലിയ ഒരു മുന്നേറ്റത്തിലേക്ക് എന്തായാലും LDF പോകില്ല എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണെന്ന് തോന്നുന്നു. അതേസമയം UDF സംബന്ധിച്ച് UDF ഒരു UDF തരംഗം അലയടിക്കും എന്നുള്ള പ്രതീക്ഷ UDF വച്ചു പുലർത്തുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് നമുക്കറിയാം, BJP ഈ ഓരോ തെരഞ്ഞെടുപ്പുകളിലും അവരുടെ വോട്ട് ഷെയർ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നിലയാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ആ, ഈ ക്രിസ്ത്യൻ വോട്ട് ബെൽറ്റിനെ കേന്ദ്രീകരിച്ചുകൂടി വലിയ തരത്തിലുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ കരസ്ഥമാക്കാനുള്ള ചില സംവിധാനങ്ങൾ കൂടി BJP, എനിക്ക് തോന്നുന്നു 2000-ലധികം സ്ഥാനാർത്ഥികൾ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ തന്നെ ഉണ്ട് BJPയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കാൻ. അപ്പൊ അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാകുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പോലും അത് ഏറ്റവും നിർണായകമാകാനുള്ള സാധ്യതയാണ്. ഒരു ഹങ് മേയർഷിപ്പിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ ഇപ്പൊ കരുതുന്നത്. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തലസ്ഥാന നഗരത്തിന്റെ ഭാഗമായ കോർപ്പറേഷൻ എന്ന നിലയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടെ കഴിഞ്ഞ തവണ 10 സീറ്റിൽ മാത്രം വിജയിച്ച UDF 35 സീറ്റാണ് അവിടെ BJP NDA കഴിഞ്ഞ തവണ നേടിയത്. 52 സീറ്റുകൾ നേടിയാണ് അവിടെ LDF ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ 2020 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അവിടെ ഒരു സീറ്റ് കൂടി കൂടിയിട്ടുണ്ട്. ആകെ 100 സീറ്റായിരുന്നെങ്കിൽ ഡീലിമിറ്റേഷൻ കഴിഞ്ഞപ്പോൾ ഒരു സീറ്റ് കൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൂടുന്നു. അങ്ങനെ 101 സീറ്റുകളിലേക്ക് നടക്കുന്ന മത്സരത്തിൽ ഒരു ഹങ് മേയർഷിപ്പിലേക്കാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. തൂക്ക് സംവിധാനമായിരിക്കും എന്ന നിലയ്ക്കുള്ള വിലയിരുത്തലുകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പൊ മൊത്തത്തിൽ ഇതൊക്കെയാണ്. കഴിഞ്ഞ തവണ കോർപ്പറേഷനുകളുടെ മാത്രം കാര്യം എടുത്താൽ ഹർഷയ്ക്ക് അറിയാമല്ലോ, 6 കോർപ്പറേഷനുകളിൽ ഒരെണ്ണം മാത്രമാണ്, കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് UDFന് നേടാനായത്. ബാക്കി കോർപ്പറേഷനുകൾ തൃശ്ശൂര് ഒപ്പത്തിനൊപ്പമായിരുന്നു, കൊണ്ടുവന്ന് മേയറാക്കി. അപ്പൊ ഏതായാലും വലിയ ഒരു തരംഗം ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ സംബന്ധിച്ച്. പക്ഷെ അത് 2025 വരുമ്പോൾ മറിച്ച് ഒരു UDFന്റെ തരംഗം അലയടിക്കുന്നു എന്നുള്ള സംശയമാണ് നമുക്ക് കാണേണ്ടി വരുന്നത് ഹർഷ. പക്ഷേ ഇങ്ങനെയാണെങ്കിലും ഇപ്പൊ നമുക്ക് BJP ഇപ്പൊ പറഞ്ഞിരുന്നു, BJP ആണെങ്കിലും ഓരോ തവണയും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ നോക്കിയാൽ അറിയാം, കുറെ നാളുകളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അപ്ഡേഷൻസ് ഒന്നും BJPയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ നമ്മൾ സിനിമയിലൊക്കെ പറയുന്നത് പോലെ പതുങ്ങിയിരുന്ന് കുതിച്ചു ചാടാനുള്ള തന്ത്രമായിരിക്കുമോ? ഇപ്പൊ നിലവിൽ ഒരു അപ്ഡേഷനും പുറത്തു വിടാതെ മറയത്ത് മാധ്യമങ്ങളുടെ മുൻപിൽ വരാതിരിക്കുന്നത്? അല്ല, അത് ചിലപ്പോ ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു ശൈലിയുടെ കൂടി ഭാഗമാകാൻ സാധ്യതയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ K. സുരേന്ദ്രനിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറിലേക്ക് BJPയുടെ നേതൃത്വം എത്തുമ്പോൾ ഈ പ്രകടമായ കുറേയധികം മാറ്റങ്ങളുണ്ട്. പലതരത്തിൽ അത് ഏത് തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പൊ ചിലരെങ്കിലും BJPയുടെ തന്നെ BJPക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ചിലരോട് തന്നെ സംസാരിക്കുമ്പോൾ ഒരു കോർപ്പറേറ്റ് ശൈലിയിലേക്ക് BJPയുടെ ആ ശൈലി പോയിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ BJP ഓഫീസിലൊക്കെ മുൻപ് ഇപ്പൊ എല്ലാ പാർട്ടി ഓഫീസുകളിലെയും പോലെ തന്നെയായിരുന്നു BJPയുടെ ഓഫീസും. പക്ഷെ ഇപ്പൊ അതിനൊരു 5 സ്റ്റാർ ഹോട്ടലിന്റെ സ്വഭാവമാണ് എന്നും അത് അവിടെ അങ്ങനെ വലിയ ഒരു ജനകീയത ഒന്നുമില്ല. എല്ലാ സമയത്തും തുറന്നു കിടക്കുന്ന, എല്ലാവരും ഇടിച്ചു കയറിച്ചുന്ന BJP പ്രസിഡന്റിനെ കാണുന്ന ഒരു സ്ഥിതിയൊന്നുമില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു സ്റ്റൈല് വേറെയാണ്. അത് ഏത് തരത്തിലാണ് തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ പ്രതിഫലിക്കുക എന്നറിയണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പ്രസിഡന്റായ ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്, അദ്ദേഹം അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഹർഷ പറയുന്ന ഈ രഹസ്യ സ്വഭാവമോ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ശൈലിയുടെ കൂടി ഭാഗമായിരിക്കാം. ആ നിലയ്ക്കെല്ലാം ഇങ്ങനെ പുറത്തേക്ക് പൊതു സമൂഹത്തിലേക്ക് അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് ചിലപ്പോ അവര് പറയുന്നുണ്ടാവില്ല. പക്ഷെ അത് അവര് ഗ്രാസ് റൂട്ട് ലെവലിൽ അവരുടെ വർക്ക് നടക്കുന്നുണ്ടാകും. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമാണ് BJPക്ക് എത്ര വലിയ കരുത്ത് ഈ ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങൾക്കിടയിൽ വരെ ഉണ്ടായി എന്ന് നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പാണല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് താഴേക്കിടയിലുള്ള ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ BJPക്ക് എത്ര കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. എന്തായാലും BJPയുടെ സ്വാധീനം കുറയുമെന്ന് നമ്മൾ ആരും കരുതുന്നില്ല. BJPയുടെ വോട്ട് ഷെയർ കൂടാൻ തന്നെയാണ് സാധ്യത. പക്ഷെ അത് എത്രമാത്രം എന്നുള്ളതാണ് അവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ കോർപ്പറേറ്റ് ലീഡർഷിപ്പ് എന്നൊക്കെ വിമർശിക്കപ്പെടുന്ന ലീഡർഷിപ്പിന് അവരെങ്ങനെയാണ് ആ സ്ട്രാറ്റജി ഉണ്ടാക്കി വെച്ചത്, എങ്ങനെയാണ് അതിനെ നേരിട്ടത് എന്നൊക്കെയുള്ള ചിലപ്പം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴായിരിക്കും ഹർഷ നമുക്ക്
ഫലം വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ അതുമായി ബന്ധപ്പെട്ട വിശകലനത്തിലേക്ക് പോകാൻ കഴിയുക എന്ന് തോന്നുന്നു. അതെ. ഇപ്പൊ നമ്മൾ LDFനെ കുറിച്ച് പറഞ്ഞു, UDFനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ UDFിലാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൊണ്ട് തന്നെ അത് ഈ തെരഞ്ഞെടുപ്പിൽ അത് എത്രത്തോളം തരംഗമാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ LDFനെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിരുന്നു. ഒരുപാട് വിവാദങ്ങളും ഒരുപാട് വിമർശനങ്ങളും. ഏറ്റവും ഒടുവിലായി ദിലീപിന്റെ ഒരു വിധി വന്നതുപോലും സർക്കാരിനെതിരെ വരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവാണ്. ദിലീപിന് അനുകൂലമായ ഒരു വിധി വന്നതിന് പിന്നിൽ സർക്കാരിന്റെ ഒരു കെടുകാര്യസ്ഥതയുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു ദിലീപിന് അനുകൂലമായ വിധി അല്ലെങ്കിൽ നടി ആക്രമിച്ച കേസിൽ നടിക്ക് പ്രതികൂലമായി വന്ന വിധി, അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അത് സർക്കാരിനെ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയില്ലേ? ദിലീപ് വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ നേരിട്ട് അങ്ങ് ബാധിക്കുമോ അല്ലെങ്കിൽ എന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഹർഷ. ഒന്നാമത് ഈ ഏറ്റവും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ നമ്മൾ ഇതിനെ കാണുമ്പോൾ ഇപ്പോ ദിലീപിന്റെ വിഷയം, ദിലീപിന്റെ വിധി അത് നെഗറ്റീവായിട്ട് ഇപ്പൊ സർക്കാരിന് നെഗറ്റീവായിട്ട് അത്ര വലിയ സ്വാധീനമായി എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ അത് ദിലീപ് ഒരുപക്ഷെ ദിലീപിനെ കുറ്റക്കാരനായി വിധിച്ചാൽ ചിലപ്പോ സർക്കാരിന് അല്ലെങ്കിൽ പാർട്ടിക്ക് അനുകൂലമായ ഒരു ഘടകം ആകുമോ എന്ന് ചോദിച്ചാൽ അതും നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. ഇപ്പൊ പൊതുസമൂഹത്തിൽ നിന്ന് ഈ വിഷയത്തിൽ രണ്ട് തരത്തിലുള്ള കൃത്യമായ പ്രതികരണങ്ങളാണല്ലോ. അപ്പൊ ദിലീപ് നിരപരാധിയാണ്, ദിലീപിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു ക്രൈം ചെയ്യില്ല എന്ന് വിശ്വസിച്ചിരുന്ന നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു നല്ലൊരു വിഭാഗം പേര് അങ്ങനെ വിശ്വസിച്ചിരുന്നവരും ഉണ്ട്. പിന്നെ ഈ കേസിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നൊക്കെയാണല്ലോ. പ്രോസിക്യൂഷനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷൻ ചെയ്തുവെന്നും ദിലീപ് 86 ദിവസം ജയിലിൽ കിടന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുൻപിൽ തന്നെ ഉണ്ട്. പിന്നെ കോടതി ഒരു വിധി പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് അത് ചീത്തപ്പേരുണ്ടായി, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വികാരം കേരളമെമ്പാടും പ്രതിഫലിക്കുമെന്നൊന്നും ഒറ്റ നോട്ടത്തില് അങ്ങനെ തോന്നുന്നില്ല. എന്നാലും ഈ ദിലീപിന്റെ വിഷയമടക്കം ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെയും ചിലപ്പോൾ ചർച്ചയായിട്ടുണ്ടാകാം. അവസാന മണിക്കൂറുകളിലും ചർച്ചയാക്കാനോ ഒക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഇപ്പൊ പ്രത്യേകിച്ച് ആദ്യഘട്ടത്തില് അധികം ഇപ്പൊ ഇന്നലെ വിധി വന്നു, ഇന്നിപ്പോ ആ പോളിംഗ് ബൂത്തിലേക്ക് 7 ജില്ലകൾ പോയി കഴിഞ്ഞു അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത ദിവസമാണ് 11-ാം തീയതിയാണ് ഇനിയിപ്പോ ബാക്കി 7 ജില്ലകൾ കൂടി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. അപ്പോ ഈ വേണമെങ്കിൽ ഈ 2ാം ഘട്ടത്തിൽ ദിലീപ് വിഷയവും പ്രോസിക്യൂഷനെതിരായ വിമർശനമായിട്ട്, പ്രോസിക്യൂഷൻ എന്ന് പറയുമ്പോൾ സർക്കാർ എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുക, അപ്പൊ സർക്കാരിനെതിരായ വിമർശനമായിട്ട് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമായിട്ടൊക്കെ വേണമെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷെ കോൺഗ്രസ് അത് അത്ര വലിയ ചർച്ചയാക്കാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. കാര്യം അടൂർ പ്രകാശിന്റെ ഒരു പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഹർഷ. അടൂർ പ്രകാശ് പറഞ്ഞത് സർക്കാർ ഈ അപ്പീലുമായിട്ട് പോകുന്നത് സർക്കാരിന് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ്. KPCC അത് തിരുത്തിയിട്ടുണ്ട്, KPCC പ്രസിഡന്റ് അത് തിരുത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് എന്നും ഈ കേസിൽ ഇങ്ങനെ ഹർജിയുമായി പോകണം അല്ലെങ്കിൽ അപ്പീലുമായി പോകണമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ അഭിപ്രായം എന്നും KPCC പ്രസിഡന്റ് പറയുമ്പോഴും അടൂർ പ്രകാശിനെ പോലെ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അങ്ങനെ ഒരു നിലപാട് പറയുന്നു എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ടി വരുന്നു. അപ്പൊ ദിലീപ് വിഷയം വലിയ തോതിൽ കോൺഗ്രസും അങ്ങനെ ചർച്ചയാക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് തോന്നുന്നത് ഹർഷ. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം വ്യക്തി അധിഷ്ഠിത വോട്ടുകളായിരിക്കാം ഏറ്റവും കൂടുതൽ. കാരണം ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ അന്വേഷിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ അടുത്തറിയുന്ന ഒരു രീതിയിലാണ് ഈ ഒരു വോട്ട് സ്വാഭാവികമായും പോകുന്നത്, ഈ ഒരു ഇലക്ഷൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ വ്യക്തി അധിഷ്ഠിതമായി വോട്ട് പോകുമ്പോൾ അത് പാർട്ടി ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം എത്രയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അത് പാർട്ടി തലത്തിലേക്ക് ചിന്തിക്കാതെ വ്യക്തികളെ മാത്രം നോക്കി വോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഒരുപക്ഷെ നിയമസഭയിൽ മാത്രമാണോ ഈ ഒരു ഭരണവിരുദ്ധത കൂടുതൽ പ്രകടമാകുന്നത്? തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അതേ പാറ്റേണിൽ ആയിരിക്കില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ നമുക്കറിയാം. പൊതുവെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDF ഒരു ബാലൻസിങ് നിലനിർത്തിക്കൊണ്ടാണ് LDFന്റെ ഒരു റിസൾട്ട് വരിക. LDFന് അങ്ങനെ അടപടലം LDF പരാജയപ്പെടുന്ന തരത്തിൽ അങ്ങനെ ഒരുപാട് ചരിത്രം നമുക്ക് നമ്മുടെ മുമ്പിൽ ഇല്ല, നമ്മളങ്ങനെ കാണുന്നില്ല. ഒരു ഭേദപ്പെട്ട നിലയിൽ ഇങ്ങനെ നിൽക്കും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഇത്രയധികം വിഷയങ്ങൾ എന്ന് പറഞ്ഞുള്ളത് അത് കേവലം ഈ പ്രാദേശിക വിഷയങ്ങൾ മാത്രമായിട്ട് ഇപ്പൊ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡ് എടുത്താൽ ഇപ്പൊ ആ വാർഡിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അത് LDFന്റെ സ്ഥാനാർത്ഥി കൂടുതൽ ജനകീയനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഇക്കുറി ആ ഒറ്റ കാരണം കൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ആ
പഞ്ചായത്ത് വാർഡിലെ രാഷ്ട്രീയ വിഷയങ്ങൾ, പഞ്ചായത്താകട്ടെ അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആകട്ടെ, അതിന് കോർപ്പറേഷനിലേക്ക് വരുമ്പോഴായാലും ഈ വാർഡുകൾ മാത്രം അടിസ്ഥാനമാക്കിയോ അവിടുത്തെ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ടോ അവിടുത്തെ സ്ഥാനാർത്ഥികളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടോ മാത്രമുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആകാൻ ഇക്കുറി സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ശബരിമല വിഷയം തന്നെയാണ്. അപ്പോ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ മൊത്തത്തിൽ ഒരു ടോട്ടൽ റിസൾട്ട് കൂട്ടിയെടുക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല, അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കുള്ള AC ഇല്ല എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലിലേക്ക് നമുക്ക് വരേണ്ടി വരുമല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പില് ശബരിമല സ്വർണ്ണക്കുള്ള AC ഇല്ല എന്ന് പറയുന്നത് അത് മൊത്തത്തിൽ ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഏറ്റവും ഈ വാർഡുകളിൽ പോലും ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ വലിയ വിഷയമാക്കുകയാണ്. ഇത് കേവലം 2-3 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള തെരഞ്ഞെടുപ്പിനപ്പുറത്ത് ഇതിലൊരു രാഷ്ട്രീയമുണ്ട്, കൃത്യമായ രാഷ്ട്രീയം പ്രയോഗിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് അയ്യപ്പനെ വരെ അടിച്ചുമാറ്റി വെക്കുന്ന ഇവർക്കെതിരെ ആ ഒരു നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ്. അത് പ്രാദേശികമായ ഒരു വാർഡിലെ 2-3 സ്ഥാനാർത്ഥികൾക്ക് അപ്പുറത്തേക്ക് ഇതിലൊരു രാഷ്ട്രീയപരമായി വോട്ട് ചെയ്യേണ്ട അനിവാര്യതയുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും UDF-ഉം കോൺഗ്രസും ഒക്കെ ആ നിലയ്ക്ക് തന്നെയുള്ള പ്രചാരണമായിരിക്കും നടത്തിയിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് പൊളിറ്റിക്കൽ വോട്ടും വീഴാനുള്ള സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. കേവലം പ്രാദേശികമായ വിഷയങ്ങൾക്ക് അപ്പുറമോ പ്രാദേശികമായ വികാരത്തിനപ്പുറമോ പ്രാദേശികമായ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതിനും അപ്പുറമോ പൊളിറ്റിക്കലായി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട അജണ്ടയായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നും തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആണ് ഇതില് UDF-ന് അനുകൂലമായിട്ട് ഒരു തരംഗ സ്വഭാവം ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നൊരു സംശയം നമുക്ക് പ്രകടിപ്പിക്കേണ്ടി വരുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാൻ അല്ലെങ്കിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നോട്ട ഇല്ല എന്നതായിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുൻപ് മറ്റൊരു രാഷ്ട്രീയ നേതാവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു നോട്ട ഇല്ല, നോട്ട വേണമെങ്കിൽ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ നോട്ട എടുത്ത് മാറ്റിയത് കൊണ്ട് എന്ത് നേട്ടമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാമോ? അതിപ്പോ അതിനെപ്പറ്റി കൂടുതലായിട്ട് എന്ത് പറയാനാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നോട്ട എന്ന് പറയുന്നത് നമുക്ക് വിയോജിക്കാനുള്ള, എല്ലാ സ്ഥാനാർത്ഥികളോടും വിയോജിക്കാനുള്ള ഒരവസരമാണ് നോട്ട നൽകുന്നത്. ഇപ്പോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വിയോജിക്കുന്നത് കൊണ്ട് അതൊരു അപൊളിറ്റിക്കലായ ഒരു നീക്കമായിരിക്കും, അല്ലെങ്കിൽ ഒരു അരാഷ്ട്രീയത അതിന്റെ പിന്നിലുണ്ടോ എന്ന ആ നിലയ്ക്കായിരിക്കാം ചിലപ്പോൾ ആ വിഷയത്തെ പരിഗണിച്ചിട്ടുണ്ടാവുക. നോട്ട ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊന്നും അങ്ങനെ നോട്ടയ്ക്ക് വലിയ കാര്യമായി നോട്ട അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാനാകുന്നില്ല. ചില സമയങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. ചില സമയങ്ങളിൽ ഈ സ്ഥാനാർത്ഥികളോടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോട് പലതരം വിഷയങ്ങൾ കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളോടോ സ്ഥാനാർത്ഥികളോടോ അല്ലെങ്കിൽ ചില പ്രത്യേക ഇടങ്ങളിലെ പ്രത്യേക പഞ്ചായത്തുകളിലെ അല്ലെങ്കിൽ വാർഡുകളിലെ ഒക്കെ അവിടുത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ സർക്കാരോ ഇതര രാഷ്ട്രീയ പാർട്ടികളോ വേണ്ടവണ്ണം പരിഗണിക്കുന്നില്ല എന്നൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നോട്ട അത് നിർണായകമായ ഘടകമായിട്ടുണ്ട് എന്നത് അത് കാണാതിരിക്കുന്നില്ല. അപ്പോഴും ജനറലി പൊതുവെ നമ്മൾ എടുത്തു വെക്കുമ്പോൾ ഇപ്പൊ നോട്ട ഒഴിവാക്കിയത് കൊണ്ട് അത് എന്താണ് അതിന്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പ് ഫലത്തിലോ അല്ലെങ്കിൽ അത് വോട്ടിംഗ് പാറ്റേണിലോ ഒക്കെ അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും തീരുമാനിക്കാമല്ലോ. അപ്പൊ 3 സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ വോട്ട് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുക്കാമല്ലോ. നോട്ടയിലേക്ക് തന്നെ പോകണം, അങ്ങനെയൊക്കെയുള്ള സാങ്കേതികത്വം ഉണ്ടല്ലോ അതിനകത്ത്. അപ്പോ അതൊക്കെ ആയിരിക്കാം നോട്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്നാണ് ഹർഷ എനിക്ക് പ്രാഥമികമായി തോന്നുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ഈ ഒരു ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കൂടുതൽ വിശദവിവരങ്ങൾ നമുക്ക് പുറത്തു വരുമ്പോൾ അതനുസരിച്ച് നമുക്ക് വീണ്ടും ചർച്ചയിരിക്കാം. താങ്ക് യു സർ. വീണ്ടും ഹർഷ.